ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് നമ്മുടെ ന്യൂസ് ചാനലിൽ നിറഞ്ഞു നിന്നിരുന്നത്. അതെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കാത്തിരുന്ന ആ വാർത്ത തന്നെയായിരുന്നു. അർജുൻ അങ്ങനെ ജന്മനാട്ടിൽ തിരിച്ചെത്തി. അതെ, മാത്രമല്ല അതൊരു എന്താണ് പറയുക, വല്ലാത്ത വിടപറച്ചിലായിരുന്നു. കാരണം അർജുനെ പരിചയമില്ലാത്ത, അർജുൻ അറിയാത്ത ആയിരക്കണക്കിന് ആളുകൾ അർജുനെ അവസാനമായി കാണാൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ആഴത്തിൽ മണ്ണിൽ അല്ലെങ്കിൽ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു അർജുൻ മലയാളികളുടെ എന്ന ഒരു തിരിച്ചറിവ് കൂടിയായിരുന്നു ആ രംഗങ്ങളെല്ലാം തന്നെ. ഷിരൂരിൽ മണ്ണിടിച്ചിലാൽ മരിച്ച അർജുന് ഇടമുറിയാത്ത കണ്ണീർ പേത്തൽ, സ്വന്തം മണ്ണിൽ യാത്രാമൊഴി. കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിൽ അർജുൻ എരിഞ്ഞടങ്ങി. ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ ഏകനായി അലിഞ്ഞു ചേർന്ന അർജുന് വിട നൽകാൻ വീട്ടിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. അർജുന്റെ അമരാവതി എന്ന വീട്ടിൽ പ്രിയമുള്ളവരുടെ ദുഃഖഭാരം ബാക്കിയായി. എണ്ണിയാൽ തീരാത്തത്ര തവണ അർജുൻ ഈ വഴി പോയതാണ്. മടങ്ങിവരവില്ലാത്ത അവസാന യാത്രയിൽ വീട്ടിലേക്കുള്ള വഴി ഇന്നൊരു മനുഷ്യപ്പുഴയായി. അർജുന് വിട ചൊല്ലാൻ ഇന്നേ വരെ നേരിട്ട് കാണാത്തവർ അവിടെ കുഴുകിയെത്തി. കണ്ണീർ കൊണ്ട് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ജനക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി തന്റെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് അവസാനമായി അർജുനെത്തി. 75 ദിവസം ദുഃഖം തളം കെട്ടിയ വീടിനുള്ളിൽ പ്രിയമുള്ളവരുടെ കണ്ണീർ നിറഞ്ഞു. എപ്പോഴും പുഞ്ചിരിക്കുന്ന അർജുന്റെ മുഖം പോലും അവസാനമായി കാണാനാകാതെ അടക്കിപ്പിടിച്ച തേങ്ങലുകൾ. പ്രിയതമ കൃഷ്ണപ്രിയ, മകൻ അയാൻ, അച്ഛനും അമ്മയും സഹോദരങ്ങളും പ്രിയപ്പെട്ടവന് വിട ചൊല്ലി. സഹോദരൻ അഭിജിത്ത് ചിതയ്ക്ക് തീ കൊളുത്തി. വീടിനോട് ചേർന്ന് അച്ഛന്റെ മുറിക്ക് ചാരെ അർജുന് നിത്യനിദ്ര. അർജുന് മരണമില്ല. ഈ നാടിന്റെ പ്രതീകമാണ്. ഒരുമയുടെയും ചേർത്തുപിടിക്കലിന്റെയും ധീരതയുടെയും പ്രതീകം. കേരളക്കരയൊന്നാകെ ഗംഗാവലിപ്പുഴ കണക്കെ സങ്കടം കുത്തിയൊലിച്ചു. വിട അർജുൻ. വീടിനെയും കണ്ണാടിക്കൽ ഗ്രാമത്തിനെയും കണ്ണീരിലാഴ്ത്തി അർജുൻ യാത്രയായി. ഇനി നമ്മുടെ ഓർമ്മകളിലെ നിത്യസ്മരണ. വിട അർജുൻ. ടീം 24 കോഴിക്കോട്. അപ്പോൾ ഇനിയിപ്പോൾ ഓർമ്മകളിലാണ് അർജുൻ ജീവിക്കുക. ഒരുപാട് പേർ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുമുള്ള ആൾക്കാരൊക്കെ അർജുൻ ആരാണെന്ന് മനസ്സിലാക്കിയ ഒരു 72 ദിവസം നമ്മൾ കണ്ടതാണ്, അല്ലേ? ഭാരത് ബെൻസ് എന്ന ആ ലോറി ഇനി കാണുമ്പോഴെല്ലാം അർജുനെ ആയിരിക്കും മലയാളികൾ ഓർക്കുക. ഞാൻ എപ്പോഴും അത്തരത്തിലുള്ള ലോറി കാണുമ്പോൾ അർജുനെ ഓർക്കാറുണ്ട്. അതെ, അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മയിലേക്ക് അർജുൻ പോകുമ്പോൾ ഒരുപാട് വലിയ ദുഃഖം അത് ആ വീട്ടുകാർക്കും പ്രത്യേകിച്ച് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഉണ്ട്. അത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുകയും ചെയ്തു. ഇന്ന് വന്ന മറ്റൊരു സങ്കട വാർത്തയിലേക്കാണ്. ഇനി കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് മരണം സംഭവിച്ചത്. ജന്മനാടായ കണ്ണൂർ ചൊക്ലിയിൽ നാളെയാണ് സംസ്കാരം. വെടിയേറ്റതിനെ തുടർന്ന് കഴുത്തിന് താഴേക്ക് തളർന്ന് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കിടപ്പിലായിരുന്നു പുഷ്പൻ. പോരാട്ടത്തിന്റെ ഓർമ്മകൾ ബാക്കിയാക്കി പുഷ്പൻ എന്ന സമര ഇതിഹാസം വിട പറഞ്ഞു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജൂലൈ 31-നാണ് പുഷ്പനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പിന്നീട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയ്ക്ക് 3:30-യോടെയാണ് പുഷ്പന്റെ അന്ത്യം. മൃതദേഹം നാളെ രാവിലെ 8 മണിയോടെ വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലും പിന്നീട് ജന്മനാടായ ചൊക്ലിയിലും പൊതുദർശനം. വൈകിട്ട് വീട്ടുപരിസരത്താണ് സംസ്കാര ചടങ്ങുകൾ.
പുഷ്പന്റെ വിയോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുശോചിച്ചു. പുഷ്പന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സഖാവ് പുഷ്പൻ്റെ നിര്യാണം യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ ഹൃദയത്തിൽ പുഷ്പൻ എന്നും നിലനിൽക്കും എന്നുള്ളതാണ്. ആ ഓർമ്മ, ആ ജ്വലിക്കുന്ന ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കർഷക തൊഴിലാളിയായിരുന്ന കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും 6 മക്കളിൽ 5-ാമനാണ് പുഷ്പൻ. വെടിയേറ്റ ശേഷം കിടപ്പിലായിരുന്ന പുഷ്പന് തണലായി ഒപ്പമുണ്ടായിരുന്നത് നാട്ടിലെ CPIM DYFI പ്രവർത്തകരും കുടുംബവുമായിരുന്നു. DYFI നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം. CPIM നോർത്ത് മേനപ്രം ബ്രാഞ്ച് അംഗമായിരുന്നു. 24 കോഴിക്കോട്. യെസ്, അപ്പോൾ 2 സങ്കട വാർത്തകളാണ്. എന്താണ് ഗുഡ് നൈറ്റ് ഷോയിൽ ഇങ്ങനെ സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് പ്രേക്ഷകർ ചോദിക്കേണ്ടത്. കാരണം ഈ 2 വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തകൾ തന്നെയാണ്. അപ്പോൾ അതിൽ തുടങ്ങുക എന്നതായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ അങ്ങനെ ആ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇനി നമുക്ക് മറ്റു വാർത്തകളൊക്കെ ഉണ്ട്. നിങ്ങൾ പതിവ് പോലെ പ്രതീക്ഷിക്കുന്ന രസകരമായ വാർത്തകളും പാട്ടും വർത്തമാനവും ഒക്കെ നമുക്കുണ്ടാവും. അപ്പോൾ കമന്റ് ബോക്സിലേക്ക് വളരെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എത്തിയല്ലോ, വനമാല എത്തിയല്ലോ എന്ന് എന്നെക്കുറിച്ച് പറഞ്ഞതിൽ സന്തോഷം. അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പ്രാപ്ര നമ്മളെ ഇപ്പോൾ നമ്മുടെ ഷോയുടെ ടൈം 10:45 പല പ്രേക്ഷകരും അറിഞ്ഞിട്ടില്ല. പ്രാപ്ര എവിടെ, ഒരുങ്ങാൻ പോയതാണോ, ഒരുക്കത്തിലാണോ എന്ന് വിക്രമനോയൂർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രാപ്ര ആണല്ലോ ഇന്ന് എന്ന് മിനി ബാബു പറയുന്നുണ്ട്. ഒപ്പം ഹൈ പ്രസിഡന്റ് പ്രവിത എന്ന് അത്തിക്ക പറയുന്നു. മൂസക്കോയ പറയുന്നു പ്രാപ്ര തന്നെയാണ് ഇന്ന്. ആഹാ, വന്നല്ലോ പ്രാപ്ര. അങ്ങനെ ജെറിൻ പറയുന്നു, പ്രജിൻ പ്രവിത ഇന്ന് SKN എത്തിയപ്പോഴാണ് ജലപൂരം ശരിക്കും പൂരാവേശമായത്. ആ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. അതൊക്കെ പ്രേക്ഷകരിലേക്ക് വൈകാതെ എത്തും. നിയാസ് പറയുന്നു 2 പേരും വന്നപ്പോൾ പരിപാടി ഒന്ന് കളറായി, സോ ഹാപ്പി എന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ ഞാൻ നിഷാദ് വീട് ഇന്നത്തെ കമന്റ് വായിക്കട്ടെ. നിർത്താതെ ഓടിക്കൊണ്ടിരുന്ന സെക്കൻഡ് സൂചിയെ സമയം പറയുമ്പോൾ ആരും പരാമർശിക്കില്ല. പക്ഷേ സൂചിയുടെ അധ്വാനമാണ് മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കുന്നത് എന്നത് വലിയ സത്യമാണെന്ന് നിഷാദ് വി പറയുന്നുണ്ട്. ഇന്നത്തെ നിഷാദിന്റെ തോട്ടാണ്. നിഷാദെ വായിച്ചിട്ടുണ്ടേ മെസ്സേജ്? നിഷാദ് നമ്മളെ ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തും. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു നിഷാദിന്റെ. ഷഫീർ മണ്ണാർക്കാട് മറ്റൊരു മറുപടി അതിന് കൊടുക്കുന്നുണ്ട്. എന്നാ നീ ഒറ്റയ്ക്ക് കറങ്ങിക്കോ എന്നും പറഞ്ഞ് മണിക്കൂർ സൂചി ഇറങ്ങിപ്പോയി എന്നാണ് ഷഫീർ മണ്ണാർക്കാട് പറയുന്നത്. ഷൈനി പറയുന്നത് 2 പേരും പോയി വന്നു, ഇനി ഉടനെ ഒന്നും പോകില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീരാജ് കാലിക്കറ്റ് ഇന്ന് പ്രജിൻ പ്രവിധിയാണ് കമന്റുകൾ വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറെ അങ്ങോട്ട് കമന്റുകൾ വായിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ കമന്റുകളൊക്കെ അയച്ചോളൂ. നമ്മൾ കാത്തിരിക്കുന്നു. പ്രേക്ഷകരുടെ കമന്റ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ചെറിയൊരു ഇടവേള. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഗുഡ് നൈറ്റ് ഷോ തുടരുകയാണ്. ഇപ്പോൾ വയനാട്ടിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. വയനാട് പെരിന്തട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടാപ്പകൽ പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പശുക്കിടാവിനെ ആക്രമിക്കുകയും പശുവിനെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ സഹിതം ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് 24. ജനവാസ മേഖലയിലെത്തിയ പുലിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ളവർക്ക് സ്വാഭാവികമായും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പേടിയാകുന്നുണ്ടാകും. എന്നാലും വയനാട്ടിൽ ഒരിടവേളയ്ക്ക് ശേഷമാണ് പുലിയുടെ സാന്നിധ്യം ഇത്രത്തോളം വ്യക്തമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നാണ് തോന്നുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുജിത്ത്, ജനവാസ മേഖലയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പതിഞ്ഞത്. ഇതൊരു പാറപ്പുറത്താണോ? അത് ദൃശ്യങ്ങൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയായിരിക്കണം അല്ലേ? അപ്പോൾ അത്യാവശ്യം വലിയ പുലി തന്നെയാണ് ഇത്. ഈ മേഖല രീതിയിൽ പുലി ഭീതിയിൽ തന്നെയുള്ള ഒരു പ്രദേശമാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പാറപ്പുറത്ത് തന്നെയാണ് ഉള്ളത് പുലി. വയനാട് കൽപ്പറ്റ നഗരസഭയിൽ ഉൾപ്പെട്ട പെരുന്തട്ട മേഖലയാണ് ഇപ്പോൾ പുലി ഭീതിയിലായിരിക്കുന്നത്. നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ഈ പുലി ആക്രമിച്ചത്. ഇന്ന് പകൽ സമയത്താണ് പ്രദേശത്തെത്തിയെന്നാണ് പറയുന്നത്. പെരുന്തട്ട ക്രഷറിന് സമീപത്തെ പാറപ്പുറത്താണ് വൈകിട്ട് 5 മണിയോടെ പുലിയെ കണ്ടത്. 1 മണിക്കൂറോളം പുലി ഇവിടെ കിടക്കുകയാണ് ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മേയാൻ വിട്ട പശുവിനെ കൊന്ന് തിന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അബൂ താഹിറിന്റെ പശുവിനെയാണ് ഇന്ന് കൊന്ന് തിന്നത്. മേയാൻ വിട്ട പശുവിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ജഡാവശിഷ്ടം കണ്ടെത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തുണിക്കടവൻ അബ്ദുള്ളയുടെ പശുക്കിടാവിനെയും പുലി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ആളുകൾ ബഹളം വെച്ചതോടെയാണ് പുലി പശുക്കിടാവിനെ ഉപേക്ഷിച്ച് ഓടി മറഞ്ഞത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. ജഡാവശിഷ്ടത്തിന് സമീപത്ത് ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. എത്രയും വേഗം പുലിയെ കൂട് വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. പ്രജിൻ പ്രവിത.
ശരി സുജിത്, എന്തായാലും അത് ചെറിയ അല്പസ്വല്പം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ജനവാസ മേഖലയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും പുലി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ, മാത്രമല്ല പല മൃഗങ്ങളെയും, അത് വളർത്തുമൃഗങ്ങളെയും അത് കടിച്ചാക്രമിച്ച് കൊന്നു തിന്നിട്ടുണ്ട് എന്നുകൂടി പറയുമ്പോൾ അല്പം പേടിക്കാനുണ്ട് ആ വിഷയത്തിൽ. വനം വകുപ്പ് ഉടൻ തന്നെ ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഓർത്തെന്ന് പറയും, നമ്മൾ കൽപ്പറ്റയിൽ പോയപ്പോൾ നമ്മൾ രാത്രി അവിടെ 10:30 ഷോ ചെയ്തിരുന്നു. അന്ന് കൽപ്പറ്റയുടെ ടൗണിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ നടന്ന് അവതരിപ്പിച്ചത്. അന്ന് ഒരുപാട് കമൻസ് വന്നിരുന്നു, തൊട്ട് പുറകോട്ട് നോക്കിക്കോ അവിടെ വല്ല പുലിയും ആനയൊക്കെ വരുന്നു. അപ്പോൾ കൽപ്പറ്റയിൽ സംഭവം സത്യമാണ്. കൽപ്പറ്റ നഗരസഭയ്ക്ക് അടുത്തുള്ള, നല്ല നഗരസഭയിൽ വരുന്ന പ്രദേശമാണ് ഈ പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് പുലി ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. തമിഴ്നാട്ടിൽ മന്ത്രിസഭയിൽ പുനഃസംഘടന. ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാകും. നിലവിൽ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഉദയനിധി സ്റ്റാലിൻ. എന്തായാലും എം കെ സ്റ്റാലിൻ്റെ മകൻ, നടൻ ഒക്കെ ആയിട്ടുള്ള ഉദയനിധി സ്റ്റാലിനാണ് ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് ഉപമുഖ്യമന്ത്രിയായി വരുന്നത്. അഴിമതി കേസിൽ ജയിൽ മോചിതനായ സെന്തിൽ ബാലാജി അടക്കം 4 പേരെ പുതുതായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി എന്ന വളരെ സുപ്രധാനമായ വാർത്ത കൂടി അല്പസമയം മുൻപാണ് ചെന്നൈയിൽ നിന്നും വന്നത്. ഡോക്ടർ ഗോവി, ആർ രാജേന്ദ്രൻ, എസ് എം നാസർ എന്നിവരാണ് മറ്റംഗങ്ങൾ. നാളെ വൈകിട്ട് 3:30 തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങും നിശ്ചയിച്ചിട്ടുണ്ട്. 3 പേരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്ന അന്ത്യശാസനം നൽകിയിരിക്കുന്നു CPI. അടുത്ത മാസം നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് മാറ്റണം എന്നാണ് നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് CPI. ADGPയെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് CPI നിലപാടിനോട് വിയോജിപ്പില്ല എന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. RSS ADGP കൂടിക്കാഴ്ചയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് DYFIയും രംഗത്തെത്തി. സംഘപരിവാർ നേതാക്കളുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല CPIയുടെ പ്രശ്നം. പൂരം കലക്കലിൽ ആരോപണ വിധേയനായ MR അജിത് കുമാർ കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചതിലുമുണ്ട് അതൃപ്തി. സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രതിച്ഛായയെ ബാധിക്കുന്ന വിധത്തിൽ MR അജിത് കുമാർ ഇടപെട്ടു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റണം. വളരെ വ്യക്തമാണ്, കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും ഒരു RSS ബന്ധം പാടില്ല. കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അർഹനല്ല, യോഗ്യനല്ല. CPI സ്റ്റാൻഡാണ്, ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ്. CPI നിലപാട് ഘടിപ്പിച്ചതോടെ ADGPയെ മാറ്റി നിർത്തണമെന്ന CPI ആവശ്യത്തോട് അനുകൂലിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. CPIയുടെ ആവശ്യം ചർച്ച ചെയ്ത് മുന്നോട്ടു പോകും. ആരോപണങ്ങൾ ശരിയെങ്കിൽ സർക്കാർ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും TP രാമകൃഷ്ണൻ. അത്തരം പ്രശ്നങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കി നിലപാടുകൾ സ്വീകരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണുള്ളത്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ള കാര്യം, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കണമല്ലോ. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത നടപടി സ്വീകരിച്ച് മുമ്പോട്ട് പോവുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. RSSുമായി ആര് കൂടിക്കാഴ്ച നടത്തിയാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. RSS രാജ്യത്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന സംഘടനയാണ്. അപ്പോൾ RSSുമായി ആര് കൂട്ടുചേരുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് നിലപാട്. PV അൻവറിന്റെ പരാതി അന്വേഷിച്ച് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഒക്ടോബർ മാസം 3-ന് മുമ്പാണ്. അടുത്ത ആഴ്ച ആദ്യത്തോടെ ഷെയ്ഖ് ദർവേസ് സാഹിബ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അൻവറിന്റെ പരാതിയിലെ പരിശോധനാ റിപ്പോർട്ടിനൊപ്പം CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി RSS നേതാക്കളും അജിത് കുമാറുമായുള്ള കൂടിക്കാഴ്ച റിപ്പോർട്ടും ഉൾപ്പെടുത്തിയേക്കും. 24 തിരുവനന്തപുരം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ആവേശ കൊടുമുടിയേറ്റിയ വള്ളംകളി മത്സരം, പുന്നമടക്കായലിലെ ഓളപ്പരപ്പിനെ തീപിടിപ്പിച്ച വള്ളംകളി മത്സരമാണ് നടന്നത്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരം എന്നാണ് എല്ലാവരും പറയുന്നത്. മാത്രമല്ല മില്ലി സെക്കൻഡിനൊക്കെ 1-ാം സ്ഥാനം നഷ്ടമാവുക എന്ന് പറയുന്നത് ആ ബോട്ട് ക്ലബ്ബുകാരെ സംബന്ധിച്ചത് വലിയ വിഷമമാണ്. കാരണം അവര് വലിയ അടിയുണ്ടായത് സ്വാഭാവികം. അത് മില്ലി സെക്കൻഡിന്റെ കാര്യം കൂടി ആകുമ്പോൾ അത് തെളിയിക്കാൻ പറ്റും. നമ്മൾ ക്രിക്കറ്റ് മാച്ച് ഒക്കെ നടക്കുമ്പോൾ അതിലൊരു കാണിക്കില്ലേ, ഗ്രാഫിക്സ് ഇങ്ങനെ കാണിക്കില്ലേ, കറക്റ്റ് ഇഞ്ചോട് ഇഞ്ച് ഇങ്ങനെ കാണിക്കുക, അതുപോലെ റൺഔട്ട് ആണോ അല്ലയോ എന്ന് കാണിക്കുന്നത് പോലെ ഇതിന് വേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്ര വലിയ വഴക്കാണ് അവിടെ ഉണ്ടായത്. എന്തായാലും ആ വള്ളംകളി ചരിത്രത്തിൽ റെക്കോർഡ് എഴുതി ചേർത്ത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ 70ാം നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നത്. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കാരിച്ചാൽ ചുണ്ടൻ കിരീടം നേടിയത് പള്ളാത്തുരുത്തിയുടെ കരുത്തിലാണ്. അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്ക്. നടുഭാഗം കടന്നു വരുന്നു, അലമാലകൾ അലതന്നുന്ന സാഗരത്തിന്റെ ഗരിമയുമായി കാരിച്ചാൽ കടന്നു വരുന്നു. കാരിച്ചാൽ ഇല്ല 3-ലെ കാരിച്ചാലും
ഉഗ്രമായി പോരാടി നെഹ്റു ട്രോഫിയുടെ 7 പതിറ്റാണ്ടിന്റെ ചരിത്രത്തിനിടയിൽ തുടർച്ചയായി 5ാം കിരീടമെന്ന അത്യപൂർവ റെക്കോർഡാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് സ്വന്തം പേരിൽ എഴുതി ചേർക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി തൊട്ടതെല്ലാം പൊന്നാക്കിയാണ് പള്ളാത്തുരുത്തിയുടെ അപരാജിത കുതിപ്പ്. ിൽ പായിപ്പാടം ചുണ്ടലിലും 2019 നടുഭാഗം ചുണ്ടലിലും 2022 കാട്ടിൻ തെക്കതിർ ചുണ്ടലിലും 2023 ഈയപുരം ചുണ്ടലിലും തുഴയെറിഞ്ഞ കിരീടം നേടിക്കൊടുത്തതും ഇതേ പള്ളാത്തുരുത്തി തന്നെ. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് വിയപുരത്തെ കാരിച്ചാൽ മറികടന്നത്. അവസാന നിമിഷം വരെ പോരാട്ടവീര്യം കാട്ടുന്ന പള്ളാത്തുരുത്തിയുടെ തുഴച്ചിലുകാർ ഇത്തവണയും വിശ്വാസം കാത്തു. 2 വർഷം മുമ്പത്തെ പ്രതികാരം കൂടിയാണ് കാരിച്ചാലിന് കപ്പ് നേടിക്കൊടുത്തതിലൂടെ പള്ളാത്തുരുത്തി വീട്ടുന്നത്. ഇത്തവണത്തെ വിജയം പള്ളാത്തുരുത്തിക്കും കാരിച്ചാലിനും പുതിയ ചരിത്രമാണ്. അരുൺ രാജ്, 24 കൊല്ലം. പ്രവിത വള്ളംകളി കാണാൻ നേരിട്ട് പോയിട്ടുണ്ടോ? ഞാൻ വള്ളംകളി എൻ്റെ വീടിൻ്റെ അടുത്ത് താഴത്തങ്ങാടി വള്ളംകളിയുണ്ട്, അവിടെ പോയിട്ടുണ്ട്. ഈ പുന്നമടക്കായലിൽ പോയിട്ടില്ല, പക്ഷേ അവിടുത്തെ വള്ളംകളി കണ്ടിട്ടുണ്ട്. അത് ഇതിനോട് വെച്ച് നോക്കുമ്പോൾ ചെറിയ വള്ളംകളിയാണ്, പക്ഷെ എന്നാലും നമുക്ക് അവിടെ ഉള്ളവർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ വള്ളംകളി പ്രേമികളൊക്കെ അവിടെ ഒരുപാട് പേര് വരാറുണ്ട്, നല്ല തിരക്കായിരിക്കും. നമ്മുടെ അങ്ങോട്ട് അങ്ങനെ ഈ വടക്കോട്ട് അങ്ങനെ വലിയ പ്രചാരത്തിലുള്ളതല്ല. ഞാൻ നേരിട്ട് ഒരു വള്ളംകളി നേരിട്ട് കണ്ടിട്ടില്ല, ടി വിയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. 2-3 തവണ പോയിട്ടുണ്ട്. എന്നാലും ആവേശം, ഒരു ആർപ്പോ ഇറോ ഒക്കെ നമുക്ക് അറിയാതെ നമ്മുടെ വായിന്ന് വരും എന്നാണ് അവിടെ കണ്ടു നിൽക്കുന്ന എല്ലാവരും പറയുന്നത്. ഒരു വല്ലാത്തൊരു ആവേശമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് SKN ടീമും, SKN ഹാഷ്മി, അപ്പം S വിജയകുമാർ, അവരുടെ കമന്ററി അവസാനം എല്ലാവരുടെ ശബ്ദം പോയി, എന്നിട്ട് പോലും അത് ഒരു കമന്റ് ഉണ്ടായിരുന്നു വിജയേട്ടനെ കുറിച്ചൊരു കമന്റ്. വിജയം പാവമാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ SKN ഹാഷ്മിയുടെയും കൂടി വഷളായി പ്രജിൻ പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്കണം എന്നൊക്കെ. അവർ വിജയേട്ടനെ ശരിക്കും അറിയാഞ്ഞിട്ടാ, അത് വിജയേട്ടനെ കുറിച്ച് ശരിക്കും അറിയാത്തവരാണെന്ന് തോന്നുന്നു പറയുന്നത്. വിജയേട്ടൻ പുലിയാണ് കേട്ടോ റിപ്പോർട്ടിങ്ങില്. ഇപ്പൊ ഏതാണ്ട് എനിക്ക് തോന്നുന്നു വിജയകുമാറിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വിജയകുമാർ കേൾക്കുന്നുണ്ടോ ഒരു പക്ഷേ ഇതൊക്കെ? നാളെ നമുക്ക് നേരിട്ട് കണ്ടതാണ്. അപ്പൊ എന്തായാലും വലിയ ആവേശമായിരുന്നു. പുന്നമടക്കായലിലെ വീറിനും വാശിക്കും മത്സരശേഷവും മുടക്കമുണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫോട്ടോ ഫിനിഷിലെ വിജയത്തെ ചൊല്ലി വലിയ തർക്കവും സംഘർഷവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. കാരിച്ചാൽ ചുണ്ടന്റെ വിജയം അംഗീകരിക്കില്ല എന്നും സംഘാടകരുമായി ഒത്തുകളി നടന്നു എന്നുമുള്ള ആരോപണവുമായി വിയപുരം ചുണ്ടനും നടുഭാഗം ചുണ്ടനും രംഗത്തെത്തിയതും നമ്മൾ കണ്ടു. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാലും VBC കൈനഗരി തുഴഞ്ഞ വിയപുരവും ഫിനിഷിംഗ് പോയിന്റ് തൊട്ടത് ഒരേ സെക്കൻഡിൽ. സമയം സ്ക്രീനിൽ തെളിഞ്ഞത് ഒന്നുപോലെ. പിന്നീടുള്ള വിഭജനത്തിലാണ് 5 മൈക്രോ സെക്കൻഡിന്റെ വിജയം കാരിച്ചാലിനെന്ന അറിയിപ്പ് വന്നത്. പിന്നാലെ തുഴയാവേശം തർക്കമായി മാറി. കാരിച്ചാലിന് വേണ്ടി സംഘാടകർ ഒത്തുകളിച്ചെന്ന വിയപുരത്തിന്റെ ആരോപണം. സമയവിഭജനം എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് അറിയില്ലെന്നും പരാതി. തുഴഞ്ഞുകയറുന്നതിന്റെ വീഡിയോ പരിശോധിക്കണമെന്നും ആവശ്യം. പള്ളാത്തുരുത്തിയും വിയപുരം ഒരുമിച്ചാണ് വന്നത്. മൈക്രോ സെക്കൻഡ് പോലും വ്യത്യാസമില്ല. സംഘാടകർ നമ്മളായിട്ട് അടുക്കുന്നില്ല. വിയപുരമാണ് ലീഡ്. വിയപുരം നിങ്ങൾ നോക്കണം, നിങ്ങൾ കയറി നോക്കുക. ഒരിക്കലും വീഡിയോ ടൈം ബോർഡിൽ ഒരേ ടൈം മൈക്രോ സെക്കൻഡ് വരെ ടൈം ബോർഡിൽ ശരിയല്ല. മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും അട്ടിമറി നടന്നെന്ന ആരോപണവുമായി നടുഭാഗം ചുണ്ടനും രംഗത്തെത്തി. ആവേശപ്പോരിൽ കിരീടമുയർത്തിയെങ്കിലും പതിവ് പോലുള്ള ആഘോഷങ്ങളില്ലാതെയാണ് കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വേദി വിട്ടത്. സംഘാടകരുടെ തീരുമാനം അംഗീകരിക്കുന്നത് മര്യാദയുടെ ഭാഗമെന്നാണ് കാരിച്ചാലിന്റെ നിലപാട്. പരാതിയുമായി മുന്നോട്ടു പോകാനാണ് വിയപുരത്തിന്റെ തീരുമാനം. മത്സരാവേശമെങ്കിലും ആതിഥേയരായ 2 ടീമുകൾ തമ്മിലുള്ള തർക്കം നെഹ്റു ട്രോഫിയുടെ നിറം കെടുത്തി. ടീം 24 ആലപ്പുഴ. അപ്പോൾ ഈ വള്ളംകളിയിൽ 24നെ സംബന്ധിച്ച ഒരു സന്തോഷ വാർത്ത കൂടി
ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അതാണ് കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിലെ മികച്ച കവറേജിനുള്ള ദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾ 24-ന്, മികച്ച റിപ്പോർട്ടർക്കും ക്യാമറാമാനുമുള്ള പുരസ്കാരങ്ങളാണ് 24-ന് ലഭിച്ചത്. ആലപ്പുഴയിലെ സീനിയർ റിപ്പോർട്ടർ മനീഷ് മഹിപാൽ മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് കരസ്ഥമാക്കിയപ്പോൾ അധീഷ് MT ആണ് മികച്ച ക്യാമറമാൻ. പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇതാണ് ആ സന്തോഷ നിമിഷങ്ങൾ. ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ബഹുമാന്യരായ അവാർഡ് ജേതാക്കൾക്ക് അഭിനന്ദനം. അവാർഡ് നമുക്ക് ഒരു കഥ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചാലോ പെട്ടെന്ന്? തീർച്ചയായിട്ടും. ഓക്കെ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ അതിജീവന മുഖമായി ലക്കിടിയിൽ ഒരു തട്ടുകട പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ദുരന്തത്തിനിരകളായ 3 ചെറുപ്പക്കാരാണ് ഈ തട്ടുകട തുടങ്ങിയത്. കായംകുളത്തെ ദീനിയാത്ത് എഡ്യൂക്കേഷണൽ ബോർഡാണ് ഇവരുടെ ഉപജീവനത്തിനായി കട ഒരുക്കി നൽകിയത്. വയനാട് ജില്ലയുടെ കവാടം കടക്കുമ്പോൾ കാണാം മാനവ സ്നേഹത്തിന്റെ തട്ടുകട. മുണ്ടക്കൈ എന്നാണ് ഈ കടയ്ക്ക് പേര്. ഈ നാട് അതിജീവിക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ സ്വദേശികളായ രാജേഷും ജിഷ്ണുവും ഇർഷാദും ഉറ്റ ചങ്ങാതിമാരാണ്. ദുരന്തം തകർത്തെറിഞ്ഞ ജീവിതങ്ങളിൽ ഇവരും ഉൾപ്പെടും. മുന്നോട്ടുള്ള വഴിയടഞ്ഞപ്പോൾ വെളിച്ചമായി മാറിയത് കായംകുളത്തെ ദീനിയാത്ത് എഡ്യൂക്കേഷണൽ ബോർഡ്. വിദ്യാർത്ഥികളുടേതുൾപ്പെടെയുള്ള സംഭാവന ചേർത്ത് വെച്ചപ്പോൾ അത് 3 പേർക്കും വേണ്ടിയുള്ള തട്ടുകടയുടെ രൂപത്തിന് വഴിമാറി. ലക്കിടിയിലെ ചങ്ങലമരത്തിനടുത്ത് ഒരു അതിജീവന തട്ടുകട. ദുരിതങ്ങൾക്കിടയിൽ അതൊന്നുമില്ല. നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചു. ഇവിടുത്തെ പൊതുപ്രവർത്തകർ, ബഹുമാനപ്പെട്ട MLA യഹിയ സാഹിബ്, ഇവരൊക്കെ നമുക്ക് നല്ല കൃത്യമായ ഗൈഡൻസ് നൽകി. അങ്ങനെ ധാരാളം ആളുകൾക്ക് പടച്ചവൻ്റെ കൃപയാൽ ഒരുപാട് ജീവനോപാധികൾ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഈ അതിജീവനത്തിൻ്റെ ഈ ഒരു സംരംഭത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ദുരന്തബാധിതർക്ക് വേണ്ടി നിരവധി ഇടപെടലുകൾ ഇതിനകം ദീനിയാത്ത് എഡ്യൂക്കേഷണൽ ബോർഡ് നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരുന്നവർ മുഴുവൻ ഈ കടയിലൊന്ന് കയറണം, എന്നിട്ട് മുണ്ടകയുടെ രുചി ഒന്നറിയണം. 3 ചെറുപ്പക്കാർ, ജിഷ്ണു, രാജേഷ്, ഇർഷാദ്, 3 ആളുകൾക്കുള്ളതായിരിക്കുന്ന കട ഇത് നൽകിയിരിക്കുന്നത് കായംകുളത്തുനിന്ന് വന്നതായിരിക്കുന്ന ദീനിയാത്ത് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ സൂഫിയാൻ ഉസ്താദും അവരുടെ കൂട്ടായ്മയാണ്. അവരുടെ കുട്ടികളുടെ നിന്ന് ശേഖരിച്ചതായിരിക്കുന്ന ഫണ്ടാണ്. ഇവരിവിടെ നടത്തിയ സേവനത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും പലയിടത്തേക്ക് ചിതറിയ ഈ ചങ്ങാതിമാർക്ക് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപാധിയായി ഈ തട്ടുകട മാറും. ചുരം കയറിയെത്തുന്നവർക്ക് ചങ്ങലമരം കാണുന്നതിനൊപ്പം ഈ തട്ടുകടയിലും കയറി രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാം. ഉരുള പൊട്ടുന്ന അന്ന് രാത്രി തൊട്ടിട്ട് ഭയങ്കര എന്താ വെച്ചാൽ 2 മണി ആ സമയങ്ങളിലായിരുന്നു ഉരുള പൊട്ടിയത്. അതിനുശേഷം നമ്മളുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പറ്റതായിരുന്നു. നമ്മളെ തൊഴിൽ കാര്യങ്ങളൊക്കെ എൻ്റെ ഫാമിലി തന്നെ ഒരുപാട് പേര് മരണപ്പെട്ടു. അതിൽ തന്നെ ഒരു 10-40 അടുത്തോളം അതിന് മേലെ കുറയുമല്ലോ എന്തായാലും. എൻ്റെ ഫാമിലി മുണ്ടക്കായ ഏരിയയിൽ കൂടുതലും എൻ്റെ ഫാമിലീസ് ആയിരുന്നു. അതേപോലെ തന്നെ ഇപ്പം നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ വീടിന് ഡാമേജ് ഇല്ലെങ്കിലും വീടിന് ചുറ്റുഭാഗം ഫുള്ളും കവർ ചെയ്ത പോലെയാണ് വീടിനെ. 25 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാൻ ഡ്രൈവറായിരുന്നു, പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഗൾഫിൽ പോയി. അങ്ങനെ ക്യാൻസലാക്കി വന്ന് 2ാമത്തെ ആഴ്ചയാണ് ഉരുള് പൊട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾ 3 ആളും എന്തായാലും വെവ്വേറെ പോകും. എന്തായാലും വീട് നമുക്ക് പല സ്ഥലങ്ങളിലാണ് കിട്ടുക, പക്ഷെ ആ ഒരുമ എപ്പോഴും നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി ഒരു രൂപം കൊണ്ടാണ്. പക്ഷേ അതെന്തായാലും ദൈവം അവരെ കൊണ്ട് നമുക്ക് ആക്കി തന്നു. ഇത്രയും വലിയൊരു ഇത്രയും സാഹചര്യത്തിൽ നിന്ന് വന്ന് ഇങ്ങനൊരു പുതിയൊരു സംരംഭം തുടങ്ങാൻ വലിയൊരു സന്തോഷം. അതുപോലെ തന്നെ പോയവർക്കോട് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു കൂട്ടുകാരനും ഒരുപാട് പേരുകളൊക്കെ കൂടെ പഠിച്ചവരും എല്ലാവരും പോയിട്ടിട്ട് ഇതുപോലെ പലവിധമാർന്ന ചേർത്തുപിടിക്കലിലൂടെ ഈ നാട് അതിജീവന പാതയെ തേടുകയാണ്. ഈ കാലം മറികടന്നു പോകുമെന്ന് ഉറപ്പ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. നല്ലൊരു വാർത്തയാണ്. എന്തൊരു പോസിറ്റീവ് എനർജിയാണല്ലേ. എങ്ങനെയായാലും ആ നാട്ടുകാരും അവർ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എടുക്കുന്ന എഫേർട്ടുകൾ അങ്ങനെ തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ അതിജീവിച്ച് അവർ വീണ്ടും പഴയ ജീവിതം അല്ലെങ്കിൽ പഴയതിനെ പോലെ അല്ലെങ്കിൽ കൂടി മറ്റൊരു രീതിയിൽ അവർ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതൊരു നല്ല സുഖമുള്ള കാഴ്ച തന്നെയാണ്. ഇനിയുമുണ്ട് വിശേഷങ്ങൾ, വളരെ പെട്ടെന്ന് തിരികെ എത്താൻ. വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു നല്ല വാർത്തയിൽ തന്നെ തുടങ്ങിയ, എല്ലാം നല്ല വാർത്തകൾ തന്നെയാണ് അല്ലേ. സുഖമുള്ളൊരു വാർത്തയിലേക്ക് തുടങ്ങിയാലോ? കായിക വാർത്തയാണ്.
സഞ്ജു സാംസൺ വീണ്ടും ഇന്ത്യൻ ടീമിൽ. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ടീമിൽ 1-ാം വിക്കറ്റ് കീപ്പറാകും. IPL തിളങ്ങിയ പേസർ മായങ്ക് യാദവ് ഇന്ത്യൻ ടീമിലേക്ക് ആദ്യമായി വെളിയെത്തിയപ്പോൾ വരുൺ ചക്രവർത്തി ടീമിൽ തിരിച്ചെത്തിയിട്ടുമുണ്ട്. ദിലീപ് ട്രോഫിയിലെ സെഞ്ചുറി പ്രകടനം സെലക്ടർമാർക്ക് കണ്ടില്ലെന്ന് നടിക്കാനായില്ല. ഇന്ത്യയുടെ 2020 ടീമിലെ സ്ഥാനം നിലനിർത്തി സഞ്ജു സാംസൺ. ഋഷഭ് പന്തിന് വിശ്രമം നൽകിയതോടെ ടീമിലെ 1-ാം വിക്കറ്റ് കീപ്പറും സഞ്ജു തന്നെയാകും. ഇഷാൻ കിഷനെ വീണ്ടും തഴഞ്ഞപ്പോൾ ജിതേഷ് ശർമ്മയാണ് ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ശിവൻ ദുബെ, റിയാൻ പരാഗ്, രവി ബിഷ്ണോയ്, ഹർഷദീപ് സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയ പരിചിത മുഖങ്ങളെല്ലാമുണ്ട്. സിംബാബ്വെ പര്യടനത്തിൽ തിളങ്ങിയ അഭിഷേക് ശർമ്മ തിരിച്ചെത്തിയപ്പോൾ അന്ന് പരിക്ക് മൂലം അരങ്ങേറ്റം നഷ്ടമായ നിതീഷ് കുമാർ റെഡ്ഡി വീണ്ടും ടീമിൽ ഇടം പിടിച്ചു. IPL-ൽ അതിവേഗ പന്തുകളിലൂടെ ഞെട്ടിച്ച മായങ്ക് യാദവിനെ ആദ്യമായി ഇന്ത്യൻ ടീമിലേക്ക് വിളിച്ചിട്ടുമുണ്ട്. മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയുടെ 22 മാസത്തിനു ശേഷമുള്ള തിരിച്ചുവരവാണ് ടീം സെലക്ഷനിലെ മറ്റൊരു പ്രത്യേകത. ഒക്ടോബർ 6, 9, 12 തീയതികളിലാണ് ബംഗ്ലാദേശിനെതിരായ 2020 മത്സരങ്ങൾ. സ്പോർട്സ് ഡെസ്ക് 24. കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ് വരുന്നുണ്ട്. 10 വയസ്സുകാരൻ ഡയോൺ പറയുന്നുണ്ട് നമ്മളെ ഒരുപാട് ഇഷ്ടമാണ്, ഒരു ഹായ് കൊടുക്കണം എന്ന്. അപ്പൊ ഹായ് ഡയോൺ. ഷാനു പറഞ്ഞു കമന്റ് വായിച്ചില്ലെങ്കിലും ഇന്നേ അവർ ഒരു പരാതിയും പറയാതെ ഞാനും എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് പ്രജീവ് പ്രവീൺ. അതാണ്, പ്രേക്ഷകരെന്നും നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രേക്ഷകർ ഒരുപാട് സ്നേഹം നമുക്ക് തരുമ്പോൾ ഒരാളുടെ കാര്യം കൂടി പ്രത്യേകം എടുത്തു പറയുന്നു. 24-ൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, മാത്രമല്ല നമ്മുടെയൊക്കെ വലിയ ഒരു അഭ്യുദയകാംക്ഷിയുമാണ്. ന്യൂസിലാൻഡിലുള്ള അവിടെ ജോലി ചെയ്യുന്ന പത്മകുമാർ നായർ. അപ്പോൾ ഓക്ലൻഡിലാണ് പത്മകുമാർ ചേട്ടൻ, നാട്ടില് തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ വീട്. പ്രജനെ കാണാൻ വന്നിരുന്നു തോന്നുന്നു. അതെ 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 ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ എനിക്ക് എപ്പോഴും എന്താണ് പറയുക, വലിയ അപ്രിസിയേഷൻ ഒക്കെ തരുന്നൊരു ചേട്ടനാണ്. നമ്മൾ വലിയ കാര്യമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ മെസ്സഞ്ചറിലൂടെയൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇപ്പോൾ നാട്ടിലെത്തിയപ്പോൾ ഇവിടെ എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് കൊച്ചിയിൽ വന്നു. അങ്ങനെ പക്ഷെ കാണാൻ പറ്റിയില്ല, കാരണം എനിക്ക് നമ്മുടെ ഷിഫ്റ്റ് ഈവനിങ് ആണ്, ചേട്ടൻ രാവിലെയാണ് എത്തിയത്. പക്ഷെ എന്നാലും ഇവിടെ പറഞ്ഞ് ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടാണ് പോയത്. എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാം. പക്ഷെ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം, അതിനെക്കുറിച്ചും കൃത്യമായി തന്നെ പറഞ്ഞു. ആ അനുഭവം വളരെ പോസിറ്റീവായിട്ട് തോന്നി. അപ്പോൾ ആ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടൊരു വീഡിയോ സന്ദേശം നമുക്ക് തന്നിട്ടുമുണ്ട് പത്മകുമാർ ചേട്ടൻ. മാത്രമല്ല മികച്ചൊരു ഗായകനാണ് അദ്ദേഹം. ഒരു പാട്ടും പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാട്ടും വിശേഷങ്ങളൊക്കെ കേൾക്കാം. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖേ ഇന്നു രാവിൽ എന്തു ചെയ്വൂ നീ, എന്തു ചെയ്വൂ നീ, ഹർഷബാഷ്പം തൂകി. ഹായ് പ്രജിൻ, പത്മകുമാർ, ഓക്ലൻഡ്, ന്യൂസിലൻഡ്. നാട്ടിൽ വന്നു ഓഗസ്റ്റ് 15-ാം തീയതി. പ്രജിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ശ്രമിക്കുകയും ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഷിഫ്റ്റിലില്ല. യു സ്റ്റാർട്ടഡ് ലേറ്റ്. ദാറ്റ്സ് ഓക്കെ, ദർ ഇസ് ഓൾവേസ് എ ടുമോറോ. എനിവേ ഐ ഹാവ് ടു ഷെയർ സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആലുവയിലോട്ട് കലൂർ സ്റ്റേഷനിൽ നിന്ന് പോവുമായിരുന്നു മെട്രോയിൽ. എന്നിട്ട് അവിടെ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ സ്ലിപ്പ് ചെയ്ത് വീണു, കുറേ ബ്ലീഡിങ്, 2-3 സ്റ്റിച്ച് ഇട്ടു. ബട്ട് ഓൾ ഐ വോണ്ട് ടു ഷെയർ ഇസ് അവിടുത്തെ സ്റ്റാഫിൻ്റെ ആ ഒരു എന്താ പറയണ കമ്പാഷൻ. അയ്യോ, എത്ര കമ്പാഷനേറ്റായിട്ട് എന്നെ നോക്കി എന്നുള്ളത്. അവരെല്ലാവരും ഒട്ടനെ തന്നെ ആംബുലൻസ് വിളിക്കാനും വീൽ ചെയർ കൊണ്ടുവരാനും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്, ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വീട്ടിൽ വന്നിട്ട് നെക്സ്റ്റ് 3 days ദേ റാങ് ആൻഡ് ഫൗണ്ട് ഹൗ ഐ ആം. എനിക്ക് ഐ വാസ് സോ ഗ്രേറ്റ്ഫുൾ, ഇത്രയും നല്ല സ്റ്റാഫ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന്. സോ what happened is, പ്രജിനെ കാണാൻ വന്ന അന്ന് ഞാൻ നേരെ കലൂർ സ്റ്റേഷനിൽ പോയി. എന്നിട്ട് ഐ ഗേവ് ദം ദ അക്നോളജ്മെൻറ്റ് ആൻഡ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക്ഫുൾനെസ്. അത് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്ര നന്നായി അവർ നോക്കിയത്. കലൂർ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞത്, യൂഷ്വലി ദേ ഗെറ്റ് ഓൺലി നെഗറ്റീവ് കമൻറ്റ്സ്. ഇത് ഭയങ്കര സന്തോഷം അവർക്കും, പക്ഷേ ദേ റിയലി deserve the appreciation. Anyway, coming back to the point, പ്രജനെ കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഇയർ വിൽ ഡെഫിനറ്റ്ലി മീറ്റ്.
അപ്പോൾ പ്രസിഡന്റ് ഒരുപാട് ഇഷ്ടമുള്ള പത്മകുമാർ ചേട്ടനാണ് ആ നല്ലൊരു അനുഭവം പങ്കുവെച്ചത്. നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പരിക്ക് പറ്റി, പക്ഷേ അതിൽ മെട്രോ ജീവനക്കാരുടെ ഇടപെടൽ, കാര്യക്ഷമമായ ഇടപെടലിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞങ്ങളത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. നമ്മുടെ ഷോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇനിയും കുറച്ച് റിപ്പോർട്ടുകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നേരത്തെ വള്ളങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, പ്രവിതയ്ക്ക് സെമിത്തേരി ഇഷ്ടമാണ്? ഈ ഒരു എക്സ്പ്രഷനാണ് ഞാൻ പ്രതീക്ഷ. അത് കിട്ടി. സ്വാഭാവികമായിട്ട് നമ്മൾ ആൾക്കാരോട് ചോദിച്ചാൽ ശ്മശാനത്തെ ഇഷ്ടമാണെന്നൊക്കെ ആരെങ്കിലും ചോദിക്കുമോ? പക്ഷേ അതിലുമുണ്ട് ചില സാധ്യതകൾ. കാരണം മാറ്റങ്ങൾ അത് അനുദിനം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല, ലോകത്തെമ്പാടുമുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ടൂറിസം മേഖലയിൽ അനുദിനം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ വരാൻ പോകുന്ന ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ടൂറിസം വ്യവസായം ആകെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വിദേശ രാജ്യങ്ങളിൽ ഏറെ സ്വീകാര്യത ലഭിച്ച ഒന്നാണ് ശ്മശാന ടൂറിസം. അപ്പോൾ പ്രേക്ഷകർ അത്ഭുതപ്പെടുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ടൂറിസം ഉണ്ടാവുമെന്ന്. പക്ഷെ ഉണ്ട്. ശ്മശാന ടൂറിസത്തിന് കേരളത്തിലും ഏറെ സാധ്യതകൾ ഉണ്ടെന്നാണ് ചില പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. എന്താണ് സംഭവം എന്നല്ലേ നമുക്ക് ആ റിപ്പോർട്ട് കാണാം. ഗ്രേവ്യാർഡ് ടൂറിസം. ഇത് ഫോർട്ട് കൊച്ചിയിലെ ഡച്ച് സെമിത്തേരി. ഉപയോഗശൂന്യമെന്ന് കരുതുന്ന ഇത്തരം സ്ഥലങ്ങൾക്ക് വലിയ ടൂറിസം സാധ്യതകളാണ് കൽപ്പിക്കപ്പെടുന്നത്. ഇന്തോനേഷ്യയും ശ്രീലങ്കയും ഒക്കെ ഇത്തരം ഉദാഹരണങ്ങളാണ്. ലോകമെമ്പാടും ലാഭകരമായി ഉയർന്നുവരുന്ന വ്യവസായമാണ് ശ്മശാന ടൂറിസം. പോർച്ചുഗീസ്, ഡച്ച്, ജൂത, ബ്രിട്ടീഷ് കുടിയേറ്റക്കാരുടെ ചരിത്രപരമായ ശവകുടീരങ്ങൾ സംസ്ഥാനത്തുടനീളം ചിതറിക്കിടക്കുന്നതിനാൽ ഈ മേഖലകളിൽ ശ്മശാന ടൂറിസത്തിന് സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാകും. ഫോർട്ട് കൊച്ചിയിലെയും കണ്ണൂരിലെയും കൊല്ലത്തെയും സെമിത്തേരികൾ സന്ദർശകർക്കായി തുറന്നുകൊടുക്കാനുള്ള ബോധവൽക്കരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊച്ചിൻ കളക്ടീവ്. അത് വെച്ചിട്ട് ഗവൺമെൻറ് വളരെ നന്നായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും പ്ലസ് ആർക്കിയോളജിയും കൂടി ബന്ധപ്പെട്ടിട്ട് ഒരു വിങ് തന്നെ ഇടപെട്ടുണ്ട്. ഇത് എങ്ങനെ പൊക്കിക്കൊണ്ടുവരിക, ഇത് ഹൈലൈറ്റ് ചെയ്യുക, ആൾ വരാനുള്ള ഇടപാട് ചെയ്യുക. അത് ടൂറിസത്തിന് മാത്രമല്ല, ഹിസ്റ്ററിക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കണ്ണൂർ മുതൽ കൊല്ലം വരെ നീണ്ടുകിടക്കുന്ന 100-ലധികം ശ്മശാനങ്ങൾ കേരളത്തിലുണ്ട്. ഈ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ സജീവമായി ഇടപെടണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. വാസ്കോഡഗാമ ഉൾപ്പെടെയുള്ള ചരിത്ര പ്രസിദ്ധരായ ആളുകളുടെ ശ്മശാനങ്ങൾ കൊച്ചിയിൽ ഇപ്പോഴും അവശേഷിപ്പുകളായി നിലനിൽക്കുന്നു. ശ്മശാന ടൂറിസം എന്ന പുത്തൻ ആശയം വരുന്നത് വഴി ഇത്തരം സ്ഥലങ്ങളെയൊക്കെ പൈതൃക കേന്ദ്രങ്ങളാക്കി സംരക്ഷിച്ചു നിർത്താൻ കഴിയും. ഫോർട്ട് കൊച്ചിയിൽ നിന്നും VS രാഹുലിനൊപ്പം YS അഭിനന്ദ്, 24. ഫോട്ടോസിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഈ ഗ്രേവ്യാർഡ് സന്ദർശിക്കാതെ തിരിച്ചു പോരുന്നവർ അപൂർവമായിരിക്കും. അവിടെ ആദ്യം പോകുന്നവർക്ക് എന്താണെങ്കിലും കാണാനുള്ള ചില അവശേഷിപ്പുകളിൽ ഒന്നാണ് ഈ ഒരു സെമിത്തേരി. എന്നാലും ടൂറിസത്തിന്റെ ഭാഗമൊക്കെ ആകുമ്പോൾ ഇപ്പൊ ഏത് സെമിത്തേരി ആണെങ്കിലും ഒന്ന് മോടി പിടിപ്പിച്ച ആൾക്കാർക്ക് ഒന്ന് പോയി കാണാൻ തോന്നണം, അല്ലേ? അല്ലാതെ കാട് പിടിച്ച് കിടക്കുന്ന ശ്മശാനങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതല്ല, നമുക്ക് ആ രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനൊരു വലിയ സാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിലൂടെ നമ്മളിപ്പോൾ കണ്ടത്. മിനി ബാബു ചോദിക്കുന്നു, 10:45 സമയം മാറ്റാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന്. ആണോ പ്രവിത, യു ആർ ലുക്കിംഗ് ഗോർജിയസ് ടുഡേ എന്ന് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാൾ കുറേ അധികം സമയമായി ഇങ്ങനെ മെസ്സേജുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെങ്ങാനുള്ള ആരെങ്കിലും ആണോ വായിക്കാൻ പറഞ്ഞായിരുന്നു എന്നോട്, ഇത് വായിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. പ്രസിഡന്റ് ഭയങ്കര സംശയം, ഇവിടെയുള്ള ആരെങ്കിലും ആണോ എന്നെ പറ്റിക്കാൻ വേണ്ടി ഇടുന്നതാണോ എന്ന്. ശ്രീരാജ് ഷാജി പൊയ്കിൽ പറയുന്നുണ്ട്, നമ്മുടെ കമന്റ് വായിക്കും. ശ്രീരാജ് മുൻപ് പരാതി പറഞ്ഞിരുന്നു, നമ്മുടെ കമന്റ് ഒന്നും വായിക്കുന്നില്ല, ഒരു സിനിമ കാണാനുണ്ടായിരുന്നത് മാറ്റി വെച്ചിട്ടാണ് ഈ ഷോ കാണുന്നത്, എന്നിട്ട് നിങ്ങൾ വായിക്കുന്നില്ല എന്ന് പറഞ്ഞ പരിഭവം അറിയിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി എന്താ ചെയ്തെന്നറിയോ, ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ ഈ കമന്റ് എത്ര തവണ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്യായിരുന്നു. ഏതാണ്ട് ഒരു 10-15 തവണ ഇട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം എനിക്കറിയില്ല. ഇപ്പോൾ ആ കാരണം രഞ്ജിത്ത് തന്നെ പറയട്ടെ. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. പോലീസ് ഓഫീസറുടെ വീട്ടിൽ വിരുന്നിനെത്തുന്ന പൂമ്പാറ്റുകളെ, അതൊരു വെറൈറ്റി ആണല്ലോ അല്ലേ? പൂമ്പാറ്റുകളെ നമുക്കൊന്ന് കാണാം. അതെ, ഞാനെപ്പോഴും വിചാരിക്കും നമ്മൾ ഈ സാധാരണ യെല്ലോ വൈറ്റ് മാത്രം കളറുള്ള പൂമ്പാറ്റകളുണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് കുറേ നാളായി. കളറുള്ള ഒരുപാട് കളേഴ്സുള്ള പൂമ്പാറ്റകളെ കാണാറുണ്ട്. പക്ഷേ യെല്ലോ വൈറ്റ് മാത്രമുള്ള കുഞ്ഞു പൂമ്പാറ്റകൾ, അത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിനെയൊന്നും അങ്ങനെ അധികം കാണാൻ ഇപ്പൊ കിട്ടാറില്ല. വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് പക്ഷെ അത് മറന്നതായിരിക്കാം. വർഷങ്ങളായി തന്നെ വിചാരിച്ചോളൂ. പ്രജംപിന്റെ എന്നേക്കാൾ ചെറുതായോണ്ട് അതൊന്നും കണ്ടിട്ടില്ല. കാസർഗോഡ് AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായ ഹരീഷിന്റെ വീട്ടിലാണ് പൂമ്പാറ്റകൾ ഇങ്ങനെ കൂട്ടത്തോടെ എത്തുന്ന ഈ കാഴ്ച. നമുക്കത് കണ്ടാസ്വദിക്കാം.
ജോലിക്കിടയിലുള്ള യാത്രയിൽ കണ്ട കൗതുകമാണ് റാറ്റിൽ വീഡ് ചെടിയെ ഹരീഷിന്റെ വീട്ടുമുറ്റത്ത് എത്തിച്ചത്. ചണ, തന്തലക്കൊട്ടി, പൂമ്പാറ്റച്ചെടി, കിലുകിലിക്കി എന്നീ പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. റാറ്റിൽ വീഡ് വളർന്നതോടെ പൂമ്പാറ്റകൾ കൂട്ടത്തോടെ ഹരീഷിന്റെ വീട്ടുമുറ്റത്തേക്ക് എത്തിത്തുടങ്ങി. ഡനൈൻ വിഭാഗത്തിലെ ആൺപൂമ്പാറ്റകൾക്ക് ഫിറോമോൺ ഉത്പാദിപ്പിക്കാനാവശ്യമായ മോണോക്രോട്ടാലിൻ ഈ ചെടിയുടെ ഇലയിലും തണ്ടിലുമുള്ളതാണ് പൂമ്പാറ്റകൾ കൂട്ടത്തോടെ എത്താൻ കാരണം. കാലാവസ്ഥ അനുകൂലമെങ്കിൽ 100 കണക്കിന് പൂമ്പാറ്റകളാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത്. നീലക്കടുവാന്ന് ഇനത്തിൽപ്പെട്ട ഒരു പൂമ്പാറ്റയാണ്. അപ്പോൾ അത് കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഈ ഒരു പൂച്ചെടി തിന്ന് കഴിഞ്ഞ ഏകദേശം ഒരു ഒക്ടോബർ, നവംബർ, സെപ്റ്റംബർ മാസങ്ങളോട് കൂടിയാണ് ഈ ചെടി ഉണ്ടായി വരുന്നത്. അത് ഏകദേശം ഡിസംബറിൻ്റെ ഫസ്റ്റോട് കൂടി ചെടി നശിച്ചു പോകും. ജില്ലയിലെ കൃഷിയെ സംരക്ഷിക്കുന്നവരുടെ കൂട്ടായ്മയായ മണ്ണിന്റെ കാവലാൾ എന്ന സംഘടനയ്ക്കും ഹരീഷ് നേതൃത്വം നൽകുന്നുണ്ട്. കാസർഗോഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർത്തമാനങ്ങളും കാഴ്ചകളൊക്കെ ഇവിടെ നിർത്തുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. കാരണം ഇനി അടുത്ത പ്രോഗ്രാമും വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ നാളെ 10:30 10:45 പുതിയ ടൈം. പ്രേക്ഷകർ ഓർക്കുമല്ലോ. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമായി ഞങ്ങൾ നാളെ വീണ്ടും എത്തും. ഗുഡ് നൈറ്റ്. ബൈ. ശുഭരാത്രി.